ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ്. സഞ്ചാരി ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സസ്പെൻസ് എന്താണെന്ന് അറിയാൻ നിങ്ങളെല്ലാവരും ആകാംക്ഷയുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്യൂവൽ സ്പോൺസർ ഫെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂരാണ്. അപ്പോൾ നഴ്സിംഗ് അഡ്മിഷനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബന്ധപ്പെടുക. ഓക്കെ, നമ്മൾ പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരികയാണ്. കാരണം ഇത് ഇന്ത്യയിൽ 10-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യുന്ന ഒരു സാധനം. അതെന്താണെന്ന് നമ്മളെല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ആകാംക്ഷയോടെ ഇരുന്നതാണ്. ആ സാധനം വേറെ ഒന്നുമല്ല, GoPro 9. ടങ്കടേ. അപ്പം ഈ സംഭവമാണ് നമ്മൾ സസ്പെൻസിന് വേണ്ടി ഇരുന്നത്. ഇത് ഇപ്പോൾ ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് ഇന്ത്യയിൽ ലോഞ്ചിങ് 10-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് ഈ സാധനം നേരത്തെ കിട്ടിയിരിക്കുകയാണ്. ചിലപ്പോൾ വീഡിയോ വരുമ്പോൾ താമസിക്കുമായിരിക്കും, കാരണം നമ്മുടെ എപ്പിസോഡ് ഓഫ് സീരീസ് വരുന്നത് അനുസരിച്ചായിരിക്കും ഈ വീഡിയോയും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ GoPro 9 പറ്റി കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇതുവരെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കീപ് വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്. GoProയുടെ ഒരു ബാഗുണ്ട്. വാവ്, സൂപ്പർ. അപ്പോൾ ഇതാണ് GoPro 9. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സാധനം ഇതാണ്. ഓക്കെ, ലെൻസ് റിമൂവബിൾ ചെയ്യാം? നോ, നോട്ട് റിമൂവബിൾ. ബാറ്ററി, പവർ കേബിൾ, മൗണ്ട്. ഓക്കെ, മൗണ്ട്. ഓക്കെ, അപ്പം 2 മൗണ്ട്സ് ഉണ്ട്, ഒരു സ്ക്രൂ ഉണ്ട്, ചാർജിങ് കേബിൾ ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട്. അപ്പോൾ ബാറ്ററിയുടെ സൈസൊക്കെ വലിയ ബാറ്ററി ആയിട്ടുണ്ട്. ये साइज थोड़ा बड़ा हो गया ना पहले से? नो सेम साइज है. ओके, यहाँ पे लग जाएगा. हाँ, देन स्क्रू. ओके, फिर ये कहीं भी माउंट कर सकते हैं, हेलमेट माउंट, हेड माउंट. तो मेरा बैटरी इड़वाना. ये बैटरी कितना आवर्स चलते हैं भैया? ये बैटरी बड़ा है, दे दिया. बैटरी चेंज कर दिया. पहले जो बैटरी स्मॉल टाइप, दिस वन बिग साइज. Yeah, that's what I was asked. ഇത് വലിയ ബാറ്ററിയാണ്. പഴയ നമ്മുടെ ഗോപ്രോയുടെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ ബാറ്ററിയാണ്. ഞാൻ അതേമാതിരി ഗോപ്രോ എടുക്കുന്നത്, എങ്കിലും ഞാൻ പല വീഡിയോസ് കണ്ടത് വെച്ച് ഇത് വലിയ ബാറ്ററിയാണ്. 8 and 7 സെയിം ബാറ്ററി, സ്മോൾ ബാറ്ററി. Okay, how many hours it will last? डिफरेंट बैटरी. यस. तो बैटरी कैसे चार्ज करते हैं? बैटरी इसी केबल से चार्ज होगा. केबल किधर कैसे? केबल इसमें यहाँ पे. ओके, बैटरी लग जाएगा. देन केबल लगा के. ओके, एनी अडेप्टर, फोन अडेप्टर, पुट द चार्जिंग. अभी इसका बैटरी है नहीं, पता नहीं. ഇതിന്റെ ബാറ്ററി ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ മല്ലു ട്രാവൽ ദുബായ് വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളായിരിക്കും ചിലപ്പോൾ ഇന്ത്യയിൽ ഡൽഹി വെച്ചാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. नहीं दूसरा GoPro 7 का नहीं है ना. അപ്പം നമ്മുടെ GoPro ഓക്കെ, നമ്മളത് സെലക്ട് ചെയ്യും. അപ്പോൾ ഇംഗ്ലീഷ് എഗ്രി, ക്യാപ്ചേഴ്സ് ലൊക്കേഷൻ വരെ ഡിവൈസ് ഫോട്ടോ സെക്കൻഡ് ഓൺ. ഓക്കെ, then what was ഡേറ്റും ടൈമും നമ്മൾ സെറ്റ് ചെയ്തു. ഇതിന് മൈക്രോ SD കാർഡാണ് വേണ്ടത്.
वेडिंग में यूज। അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഗോപ്രോ ക്യാമറയ്ക്ക് വേണ്ടി ഗോപ്രോ 9 വേണ്ടി നമ്മളൊരു കിറ്റ് മേടിക്കുകയാണ്. അപ്പോൾ ഈ കിറ്റ് ഒറിജിനൽ ഗോപ്രോ അല്ല, പക്ഷേ ഇത് 2500 കൊടുക്കാമെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് മൗണ്ട്സ് കിട്ടും. ആ മൗണ്ട്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? ബയ്യ കിലോ इसमें टोटल 48 आइटम्स हैं। 48 ഐറ്റംസ് 48 സാധനങ്ങളുണ്ട്. सेल्फी स्टैंड, ഇത് ട്രൈപോഡാണ്. അതുപോലെ ഇത് സെൽഫി സ്റ്റാൻഡാണ്. इसमें वीडियो भी करेगा? यस, वीडियो एंड दिस वन हेड माउंट. ഇത് ഹെഡ് മൗണ്ട് ആണ്. चेस्ट माउंट, ചെസ്റ്റ് മൗണ്ട് ഉണ്ട്. ग्लास माउंट, विंडो माउंट और स्ट्रैप माउंट. दिस इज a cover. Okay. This is all for other mounts. Okay. This one selfie stick. One more selfie stick. This one chest mount. Chest mount. Okay. Yes. J mount. This is J mount. Here, mobile mount. Every mount is here. This is kit. Okay. Yeah. അപ്പോൾ എല്ലാ മൗണ്ട്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിന് മെമ്മറി കാർഡ് ഇടുകയാണ്. Yes. 4K മെമ്മറി കാർഡാണ്, 64 GB. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഡൽഹി വന്ന് പെട്ടുപോയെന്ന് വെച്ചാൽ ഗോപ്രോ 9 മേടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തു. 10 മണിക്ക് ഇവിടെ ഉറങ്ങാൻ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സ്വീൻ ഗ്രീൻ M2 ജിംഗലിൻ്റെ ഒരു ഗോൾഡ് സ്റ്റിക്കിൻ്റെ ഒരു ബട്ടൺ പോയി. അപ്പോൾ അത് മേടിക്കാൻ ഒരു ഓട്ടോ പിടിച്ച് കരോൾ ബാഗിൽ പോയതാണ്. അപ്പോൾ കരോൾ ബാഗിൽ പോയി അത് മേടിച്ചു. അപ്പോൾ മേടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഇനിയും ഡീക്കാത്തറിൽ പോകണം, ജാക്കറ്റ്സ് മേടിക്കാനുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ 2 മണിയായി. എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇന്നത്തെ കാര്യം. ഇന്ന് രാത്രി ചണ്ഡീഗഡിൽ സ്റ്റേ ചെയ്യേണ്ടതാണ്. അപ്പം ഭയങ്കര റഷാണ്. ട്രാഫിക്ക് അന്യായ ട്രാഫിക്കാണ്. പിന്നെ എന്താ പറയുക, സ്വീൻ ഗ്രീൻ M2ൻ്റെ സർവീസ് സെൻറ്റർ ഡൽഹി മാത്രമേ ഉള്ളൂ, ഇന്ത്യയിലെ ഡൽഹി മാത്രമേ ഉള്ളൂ. സ്വീൻ ഗ്രീൻ ജിംബൽസിൻ്റെ സർവീസ് സെൻറ്റർ അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആർക്കും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ ഡൽഹിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ അവിടെ എല്ലാ ക്യാമറാസും എല്ലാ സ്വീൻ ഗ്രീൻ സാധനങ്ങളെല്ലാം കിട്ടും. അപ്പം അതും കണ്ടുപിടിച്ചു. കരോൾ ബാഗിലാണ്. ട്രാഫിക് ഒന്ന് കാണിച്ചു. ഗൈസ്, നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഓട്ടോമേറ്റഡ് കാർ പാർക്കിങ്ങിൻ്റെ ഒരു ബിൽഡിംഗ് ആണ്. അപ്പം ഇത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ അത് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ ചണ്ഡീഗഡിലേക്ക് യാത്ര തിരിച്ചു. നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. നമ്മൾ ഗോപ്രോ മേടിച്ചു, പിന്നെ അതിന് SD കാർഡും, പിന്നെ നമ്മുടെ ജിംബലിൻ്റെ ഒരു ബട്ടൺ പോയിരുന്നു, അത് മേടിച്ചു. പിന്നെ ഡീക്കാത്തലൊന്ന് പോയി ഒരു വാം ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിച്ചു. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു 4:30 വരെ നമ്മുടെ സമയം ഡൽഹി പോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ഇവിടുന്ന് ചണ്ഡീഗഡ് തിരിച്ച് രാത്രി അങ്ങനത്തെ രീതിയിലായിരുന്നു. ഇവിടുന്ന് ഒരു 5.5 മണിക്കൂർ യാത്രയുണ്ട്. നല്ല ഹെവി ട്രാഫിക്കാണ്. അങ്ങനെ ആയിരിക്കും എന്നറിയില്ല. എന്തായാലും പോവുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ചണ്ഡീഗഡിലാണ് സ്റ്റേ. അപ്പോൾ ചണ്ഡീഗഡ് സ്റ്റേ മാത്രമല്ല, നമ്മൾ രാവിലെ ഒരു സർപ്രൈസ് ചണ്ഡീഗഡ് എയർപോർട്ട് വഴി വരുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ കാത്തിരിക്കുക. അപ്പം ചണ്ഡീഗഡിൽ എയർപോർട്ട് വഴി നമ്മളോടൊപ്പം ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സസ്പെൻസ് ആണ്, ആരാണെന്നൊന്നും പറയത്തില്ല.
ചണ്ഡീഗഡ് പോകുന്ന വഴി ഹൽദിറാംസിൻ്റെ കടയിൽ കയറിയതാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു മാളാണ് ഈ കാണുന്നത്. ഫ്രണ്ട്സ്, ചില്ലി പനീർ വിത്ത് ഫ്രൈഡ് റൈസ് ആണിത്. ഇതിൻ്റെ അടിയിലാണ് ഫ്രൈഡ് റൈസ് ഉള്ളത്. അതുപോലെ ഗോബി മഞ്ചൂരിയൻ വിത്ത് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ സംഭവമുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സംഭവം നോക്കി, ഇതിൻ്റെ അടിയിലോട്ടൊന്ന് നോക്കി. ഇതിൻ്റെ അടിയിലാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ അതൊരു വെറൈറ്റി സംഭവമാണ്. അതിൻ്റെ ആദ്യം പോകുന്നുണ്ടോ. അതുപോലെ ഇതും അങ്ങനെയാണ്, ഹാൽഡിറാംസിൻ്റെയാണ്. അപ്പോൾ ഹാൽഡിറാംസിലെ വെറൈറ്റീസ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അടിപൊളി സംഭവമാണ് കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് പറയാം. ഇത് പായസത്തിനകത്തൊക്കെ കഴിക്കുന്ന പോലെ കറിയും ചോറും കൂടെ മിക്സ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഇങ്ങനെ പനീറാണോ? അത് രക്ഷയില്ല. എന്തൊന്ന് കഴിച്ചോ. റൈസെല്ലാം ഒന്നായിരിക്കും. ഗോൾ മഞ്ചൂരിയൻ്റെ മഞ്ചൂരിയാണ് കഴിക്കുക. ഫ്രണ്ട്സ്, ചണ്ഡീഗഡ് ഹൈവേയിലെ ട്രാഫിക് റഷാണ് കാണുന്നത്. അപ്പോൾ ട്രാഫിക് ജാമാണ്. ഇത് മെയിൻ ഹൈവേ ആണ്. റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ജാമാണ്. ഞങ്ങൾ വന്ന വഴിയൊക്കെ ഭയങ്കര ട്രാഫിക് എന്ന് വെച്ചാൽ ഹെവി ട്രാഫിക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ രാത്രി ചണ്ഡീഗഡിൽ താമസിച്ച ഹോട്ടലാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഈ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ നിയോ ക്ലാസിക് എന്നാണ്. അപ്പം ഇവിടെ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് റൂം കിട്ടും. നമുക്കൊരു 1200 റേഞ്ചിൽ AC റൂമും ഹോട്ട് വാട്ടറും എല്ലാ ഫെസിലിറ്റീസുള്ള കിട്ടും. പാർക്കിംഗ് ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു കുഴപ്പം, പാർക്കിംഗ് നമ്മൾ ഫ്രണ്ടിലുള്ള വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി എടുത്തു മാറാൻ ചിലപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി വേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി അകത്തിട്ടാൽ വേറെ വണ്ടി പുറകെ കിടക്കും. അതൊക്കെയുള്ള ചെറിയൊരു ബുദ്ധിമുട്ട്. ഇല്ല, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്നലെ രാത്രി ഇത്തിരി ലേറ്റാണ് വീഡിയോ എടുക്കാൻ. ഞാൻ റൂമിൻ്റെ വീഡിയോ പിന്നീട് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തപ്പോഴത്തേക്ക് റൂമൊക്കെ ആകെ അലങ്കോലമായി. അതുകൊണ്ട് റൂമിൻ്റെ വീഡിയോ എടുക്കാത്തത്. അത്യാവശ്യം നല്ല റൂമാണ്, AC റൂമാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചണ്ഡീഗഡ് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിറാക്പൂർ എന്ന സ്ഥലത്താണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് 12 മണിയായി. നമ്മൾ നേരെ 12:00 ചെക്കൗട്ട് ചെയ്തു. ഇപ്പം ഏകദേശം 12:45 കഴിഞ്ഞു. അപ്പം നമ്മൾ നേരെ എയർപോർട്ടിൽ പോവാണ്. എയർപോർട്ടിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. അപ്പം അതൊരു സസ്പെൻസാണ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്, പവർഡ് ബൈ ഫെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂർ. നേഴ്സിംഗ് അഡ്മിഷനോട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫെയ്ത്ത് ഗ്രൂപ്പായിട്ട് ബന്ധപ്പെടാൻ മറക്കരുത്.